ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫോർ എ ഫൺ വ്ലോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ മൈ ലൈഫായിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഇന്നാണ് ഗൈസ് ആ ദിവസം. ഇന്ന് എക്സാമുകൾ മൊത്തം കഴിയും. ഇന്നത്തോടു കൂടി എൻ്റെ എല്ലാ എക്സാമും കഴിയും. ഇന്ന് എനിക്ക് കെമിസ്ട്രി എക്സാമാണ്. അപ്പം അന്ന് മോർണിംഗിലാണ് എക്സാം. അതുകൊണ്ട് തന്നെ ഞാനിതപ്പോൾ സമയം 4:40 ഞാൻ പഠിക്കാനിരിക്കുകയാണ്. ഞാൻ 4:30 എണീറ്റു, പിന്നെ ഫ്രഷായി. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഗൈസ് പഠിക്കാനിരിക്കുകയാണ്. ഇന്നലെ ഞാൻ പഠിച്ചതാണ്. ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്നല്ലാതും കുറച്ച് നോട്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, എല്ലാത്തിൻ്റെ ഒരു റിവിഷൻ പോലെ. അപ്പോൾ ഞാൻ ഒരു റിവിഷൻ പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി. ഒരു 7:30 വരെ ഇരിക്കണമെന്നുണ്ട്. 8:20 വണ്ടി വരിക. അപ്പോൾ ഒരു 7:30 നീച്ച് ഫ്രഷായാൽ മതി. അങ്ങനെ ചെയ്യാച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് പഠിക്കട്ടെ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി കുളിച്ച് ഫ്രഷ് ആവാണ്ട്. അപ്പം അമ്മ ദോശ ഉണ്ടാക്കുന്നത് ഗൈസ്. ഇന്ന് ദോശയാണ്, തീരെ ഇഷ്ടമല്ല, എന്നാലും കഴിക്കാണ്ട് വേറെ നിവൃത്തിയില്ല ഗൈസ്. അപ്പം ഇന്ന് ദോശ ഉണ്ട്. ഞാൻ ദോശ വെറുതെ കഴിക്കില്ല, ജസ്റ്റ് നമ്മൾ മറ്റേ പഞ്ചസാരയും തേങ്ങയും ഇട്ടിട്ട് കഴിക്കാം എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനിയിപ്പോൾ ദോശ കണ്ടാൽ എനിക്ക് കഴിക്കാൻ ഇങ്ങോട്ട് തോന്നൂല, അതാണ്. അപ്പം അങ്ങനെയാണ്. എന്തായാലും എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ പോയിട്ട് ഫ്രഷ് ആവട്ടെ കേട്ടോ ഗൈസ്. ഫ്രണ്ട്സ്, ഞാൻ ഫുഡ് കഴിക്കുകയാണ്. കലവിശപ്പുണ്ട് ഗൈസ്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അത് ഇന്ന് ദോശയും തേങ്ങയും ഇതുപോലെ റോളാക്കിയിട്ടാണ് കഴിക്കുന്നത്. ദോശ, തേങ്ങ, പഞ്ചസാര എനിക്കിഷ്ടമാണ്. ദോശ ആയതുകൊണ്ട് ചെറിയൊരു ഇതുണ്ട്. അപ്പം ഇത് ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ ഗൈസ്. ഒരു തൃപ്പതില്ല. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ദോശ ഇഷ്ടമല്ല. ഞാൻ ഇത് കഴിഞ്ഞ ശേഷം കുളിക്കുന്നു, ഫ്രഷ് ആവുന്നു. സമയം ഉണ്ടെങ്കിൽ കുറച്ച് ഫോൺ കാണുന്നു, പിന്നെ പോകുന്നു, വരുന്നു. ഫുൾ എൻജോയ്. ഇനി 2 months ഫുൾ എൻജോയ്മെൻറ്റ്. പൊളിക്കും. ഞാൻ ഫുള്ള് കഴിക്കട്ടെ ഗൈസ്. അപ്പം ഫ്രണ്ട്സ്, എൻ്റെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞു. എനിക്ക് ഒന്ന് മുഖത്ത് കുറച്ച് അലങ്കോല പണികൾ ചെയ്യാനുണ്ട്. വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇടുക. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐലൈനറും ഇടും. മോയ്സ്ചറൈസർ ഇങ്ങനെ പീച്ച് ഉപ്പാടെടുക്കണം. കാരണം ഞാൻ ഉപയോഗിക്കുന്നതിൽ വെച്ച് മോസ്റ്റ് കോസ്റ്റ്ലി ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് ഇത്. അപ്പം പിന്നെ എനിക്കിതിൻ്റെ ഉപ്പാട് ഇളക്കിയേ പറ്റുള്ളൂ, എന്നാലേ പുതിയത് കിട്ടുള്ളൂ. അപ്പം ഞാനിതിൻ്റെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം. ഇതിലുണ്ട് കൈസ്, കുറേ ഉണ്ട്. ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം. ഉണ്ട് കൈസ്, വരും, ഞാൻ കാണിച്ചു തരാം. ഇതാ കൈസ്, ഇതിൽ കുറേ ഉണ്ട്. നമ്മളിങ്ങനെ അത് നമ്മൾ വേസ്റ്റാക്കി കളയരുത്. നമ്മളൊന്നും വേസ്റ്റാക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം നന്നായിട്ട് ഇനി ഞാൻ അതിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ സ്കിന്നിൽ കേസ് അത്യാവശ്യത്തിന് പിമ്പിൾസൊക്കെ വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് പിമ്പിൾസ് കുറയുന്നുണ്ട്. നന്നായിട്ട് ഇങ്ങനെ അബ്സോർവ് ചെയ്യണം. ഞാനെന്ത് എങ്ങോട്ടേക്ക് നോക്കുന്നതെന്ന് വെച്ചാൽ ആ ഭാഗത്താണ് മിറർ ഉള്ളത്. കണ്ണാടി എവിടെയാണ്? അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് നോക്കി. ഇപ്പോൾ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കഴിഞ്ഞു. മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സൺസ്ക്രീൻ ഇടണം. കാരണം ഇന്ന് സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിൽ ആകെപ്പെടും. കാരണം നമ്മൾ നട്ടുച്ചക്കാണ് വരിക. ഇത്രയും ദിവസം നട്ടുച്ചക്കായിരുന്നു പോയിരുന്നത്. എന്നിട്ട് വൈകുന്നേരത്ത് വരും. ഇന്ന് രാവിലെ പോയിട്ട് നട്ടുച്ചക്കാണ് വരിക. സൺസ്ക്രീൻ അത്ര നേരക്കൊന്നും ലോങ് ലാസ്റ്റിങ് എത്ര 7 hours ഉണ്ട് ഈ സൺസ്ക്രീൻ. വല്ല സീനില്ല. നമ്മൾ എൻ്റെ കയ്യിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി നന്നായിട്ട് സൺസ്ക്രീൻ ഇടണം. ഈ സൺസ്ക്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടം.
നല്ലൊരു ഗ്ലോ വരും ഇതിട്ട് കഴിഞ്ഞതിന് ശേഷം. ഗൈസ്, ഞാനൊരു സൺസ്ക്രീൻ അഡിക്റ്റാണ്. എനിക്ക് ഈ സൺസ്ക്രീൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ സൺസ്ക്രീൻ അല്ല, ഏത് സൺസ്ക്രീൻ കിട്ടിയാലും ഞാൻ അങ്ങനെ തന്നെയാണ്. കണ്ടു ഗൈസ്, എൻ്റെ മുഖത്ത് വന്ന ആ ഒരു എന്താ ആ ഒരു ഗ്ലോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ ഗൈസ്. അടിപൊളിയായി. ഞാൻ ഐലൈനർ മിററിൽ അവിടെ നല്ലപോലെ നോക്കി എഴുതട്ടെ കേട്ടോ. ഇതിൽ നോക്കിയാൽ എൻ്റെ കോൺസെൻട്രേഷൻ പോകും. അപ്പോൾ ഗായ്സ്, ഞാൻ ഐലൈനർ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക് ആവാം. കുറച്ച് മാത്രം. കാരണം സ്കൂളിൽ ലിപ്സ്റ്റിക് അലൗഡല്ല. അപ്പം ഇന്ന് ലാസ്റ്റ് ആണല്ലോ, കൂടി ഗൈസ്. അപ്പം നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക് ഇടാം. 9ാം ക്ലാസ്സിൽ കേട്ടോ. അടുത്ത കൊല്ലം ഉണ്ട് അവിടെ. അല്ല ശരി, ഈ ഒരു 9ാം ക്ലാസ്സിൽ ലാസ്റ്റാ. കുറച്ചുള്ള അധികമൊന്നും ഇടാൻ പാടില്ല. ബാക്കി നമ്മളിങ്ങനെ ബ്ലഷ് ഇടും. എനിക്കറിയാം ഇങ്ങനെ ചെയ്യരുതെന്ന്. അത്യാവശ്യം നല്ല കോസ്റ്റ് വിചാരിക്കും ഞാനൊരു പിസ്കിയാണ്. അങ്ങനെയൊന്നുമല്ല ഗൈസ്. ഇനിയിപ്പോൾ തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. ഞാൻ എൻ്റെ എല്ലാവിധം കെട്ടടി കഴിഞ്ഞു. ഇത് ഞാൻ കുറച്ച് നേരം തുറക്കും കേട്ടോ. അതിന് വീഡിയോ എടുക്കാൻ മാത്രം ഇട്ടതാണ്. സ്കൂളിൽ നോട്ട് അലൗഡ്, ലിപ്സ്റ്റിക് അലൗഡ് അല്ല. അപ്പം എൻ്റെ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ എൻ്റെ കെട്ടടി എന്നൊക്കെ പറഞ്ഞാൽ. വെരി സിമ്പിൾ കെട്ടടി അല്ല ഗൈസ്. ഇപ്പോൾ സമയം ഓ മൈ ഗോഡ് 7:40 ആയിട്ടുള്ളൂ. എനിക്ക് ഇനിയും ടൈം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ആണല്ലോ, എക്സാം ആയതുകൊണ്ടാണ് തോന്നുന്നു. ഞാൻ നേരത്തെ നീച്ചു, എൻ്റെ പഠിത്തം കഴിഞ്ഞു, ഞാൻ ഫുഡ് കഴിച്ചു, ഫ്രഷായി, പിന്നെ എന്താ റെഡിയായി. അപ്പോൾ അത്രയും പെട്ടെന്ന് എൻ്റെ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അല്ലാത്ത ടൈമിൽ വണ്ടി അവിടെ വരും, ഞാനിവിടെ മുടി കിട്ടുന്നുണ്ടാവുള്ളൂ. അവിടെ വന്ന് ഹോർൺ അടിക്കലാണ് സാധാരണ പറ്റില്ല. പക്ഷെ ഇന്നങ്ങനെ ഉണ്ടാവാൻ വിചാരിച്ചില്ല. എക്സാമിന് നമ്മൾ എന്നും നേരത്തെ പോവും. അത് നല്ലൊരു പഞ്ച്വാലിറ്റി വേണം എക്സാമിന്. വേറെ ഒന്നിനുമില്ലെങ്കിലും എക്സാമിന് നമുക്ക് പഞ്ച്വാലിറ്റി വേണം. അങ്ങനെയാണ് വേണം. ഇനി ഞാൻ പോവുകയാണ്. ഇനി നമുക്ക് എക്സാം കഴിഞ്ഞ് വന്നിട്ട് കാണാം. അങ്ങനെ എന്താ പറയുക, പരീക്ഷ കഴിഞ്ഞു, സ്കൂൾ പൂട്ടി. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അവ ഞങ്ങള് വളാഞ്ചേരി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഷോപ്പിംഗ്. എക്സാം കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ. അതെന്റെ ചെരുപ്പ് അപ്പുറത്താ ഗൈസ്. നട്ടുവാ ഗൈസ്, ഞങ്ങൾ വളാഞ്ചേരി പോവാൻ നിൽക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ചെരുപ്പ് ബാക്ക് വശത്താണ്. അത് ഞാൻ എടുക്കട്ടെ ഗൈസ്. എക്സാം കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലേ ഷോപ്പിങ്ങിൽ പോവാൻ നിൽക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, വളാഞ്ചേരിയൊക്കെ പോയി വന്നു. ഞങ്ങളിപ്പോൾ വളാഞ്ചേരിയിൽ നിന്ന് ബനാവിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഷോട്ടാണ് നിങ്ങൾ കണ്ടത്. നേരത്തെ പുറത്തുനിന്നുള്ള വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ നട്ടുച്ചായതുകൊണ്ട് തന്നെ ഭയങ്കര വെയിൽ, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചായ കുടിക്കുകയാണ്. നല്ല പാൽച്ചായ, പിന്നെ മധുരമുള്ള ചിപ്സ്, പിന്നെ വാട്ടർമെലോൺ. ഇതാണ് ഇന്ന് എനിക്കുള്ളത്. അപ്പോൾ ഇത് കഴിക്കാം. നല്ല ചൂടായിരുന്നു കേട്ടോ ഗൈസ്. ഞാനിവിടെ റീലൊക്കെ എടുത്ത് അത് എഡിറ്റ് ചെയ്യുന്നത്. അതാണ് എൻ്റെ ഫേസിൽ പിന്നെയും മേക്കപ്പ് വന്നത് ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ എല്ലാവരും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പം ബൈ ബൈ, താങ്ക് ഫോർ വാച്ചിങ്.